പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ഗ്രീഷ്മ. ഞാൻ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ആൻഡ് സെയിൻറ്റ് ജോസഫ് ബസിലിക്ക വരാപ്പുഴയിൽ നിന്നാണ് വരുന്നത്. വരാപ്പുഴ ഇടവക അംഗമാണ്. ഞാനിപ്പോൾ ന്യൂസിലൻഡിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. 2022 സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് OET ക്ലിയറായി എന്നുണ്ടെങ്കിലും എൻ്റെ ന്യൂസിലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിന് യാതൊരുവിധ പ്രോഗ്രസ്സും ഉണ്ടായിരുന്നില്ല. ക്യാപ് കോഴ്സ് ഏകദേശം ഫിനിഷ് ആവാനായത് കാരണം കൊണ്ട് തന്നെ ക്യാപ്പിന് അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. 2 വർഷം കൊണ്ട് OET എക്സ്പയർ ആകുമായിരുന്നു. പക്ഷേ എന്നിട്ടും യാതൊരുവിധ പ്രോഗ്രസ്സും ഇല്ലാതെ വന്നത് കാരണം കൊണ്ട് എൻ്റെ കസിൻസ് എല്ലാം പറഞ്ഞാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. ഓഗസ്റ്റ് 5-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഉടമ്പടി എയർലിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഓഗസ്റ്റ് 22-ാം തീയതി എനിക്ക് ക്യാപ്പിന് അഡ്മിഷൻ കിട്ടി, വിസ വന്നു. 24-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് ന്യൂസിലൻഡിലേക്ക് പോയി. 26-ാം തീയതി ക്യാപ്പിന് അഡ്മിഷൻ ജോയിൻ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം ഞാൻ ഓക്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു ഞങ്ങൾക്ക് ക്യാപ്പ് നടത്തിയിരുന്നത്. ക്യാപ്പ് കഴിഞ്ഞ് ഞാൻ ഹാമിൽട്ടണിലേക്ക് പോയി. ഹാമിൽട്ടണിൽ നമ്മുടെ അഖണ്ഡ ജപമാല നടത്തുന്ന ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അവിടെയുള്ള ചേച്ചിനെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ അഖണ്ഡ ജപമാലയിൽ പങ്കുകൊള്ളുമായിരുന്നു. അഖണ്ഡ ജപമാലയിൽ പങ്കുകൊള്ളുന്ന സാഹചര്യത്തിൽ എനിക്ക് പരിശുദ്ധ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിച്ചു. അപ്പോൾ എനിക്ക് ഏകദേശം ഉറപ്പായി ഇനി എനിക്ക് എന്തായാലും പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് ജോലി കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഞാൻ ഉറപ്പായും വിശ്വസിച്ചു. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്യുന്നിടത്തുനിന്ന് എല്ലാം എനിക്ക് റിജക്ഷനാണ് വന്നുകൊണ്ടിരുന്നത്. യാതൊരുവിധ അനുകൂലമായിട്ടുള്ള റിപ്ലൈ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഡിസംബറോടുകൂടെ എൻ്റെ കൂടെ വന്നിരുന്നവരെല്ലാവരും തന്നെ തിരിച്ചു പോകാനുള്ള റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി. കാരണം ഫെബ്രുവരി 22-ന് ഞങ്ങളുടെ വിസ എക്സ്പയർ ആവുമായിരുന്നു. ഫെബ്രുവരിയിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഫെയർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഡിസംബർ ലാസ്റ്റോടുകൂടെ എല്ലാവരും ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി. എന്നെ കോണ്ടാക്ട് ചെയ്തു. അവരെൻ്റെ അടുത്ത് ചോദിച്ചു, നീ ടിക്കറ്റ് എടുക്കണില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ എടുക്കില്ല. കാരണം പരിശുദ്ധ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു റീസൺ ഉണ്ട്. എനിക്ക് അമ്മ ഇവിടെ ജോലി കരുതി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ടിക്കറ്റ് എടുക്കില്ല. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, നിങ്ങൾക്ക് പോകേണ്ടവർക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. പരിശുദ്ധ അമ്മയുടെ കൃപാസനത്തിൽ നിന്നുള്ള ഡെയിലി ബ്രെഡ് പ്രയറും ആഴ്ചയിലുള്ള എല്ലാ ചൊവ്വാഴ്ചയും നടത്തുന്ന ധ്യാനവും പിന്നെ അതുപോലെ അഖണ്ഡ ജപമാലയും ഞാൻ മനസ്സുരുകി അറ്റൻഡ് ചെയ്തായിരുന്നു. അന്നത്തെ ദിവസം ഫെബ്രുവരി 7-ാം തീയതി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട 7-ാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. അന്ന് കാലത്ത് ഡെയിലി ബ്രെഡ് പ്രാർത്ഥന അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഇത്രയേ ഉള്ളൂ: ഈശോയെ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഇപ്പോൾ ഈ ദിവസം തന്നെ നീ എനിക്ക് തരണം. അമ്മേ മാതാവേ, നിന്റെ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് എന്നെ അനുഗ്രഹിക്കണേ, എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് 10 മണി ആയപ്പോഴേക്കും എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. 7-ാം തീയതി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട 7-ാം തീയതി തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. ഞാൻ ഹാമിൽട്ടണിൽ നിന്ന് എനിക്ക് പ്ലേസ്മെൻ്റ് ആയത് ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഫെബ്രുവരി 22-ാം തീയതി വിസ എക്സ്പയർ ആയി നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടിയിരുന്ന ഞാൻ ഫെബ്രുവരി 22-ാം തീയതി ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിനായി ക്രൈസ്റ്റ് ചർച്ചിലേക്ക് പോകാൻ അമ്മ മാതാവ് എന്നെ ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ അമ്മയ്ക്ക് ഒത്തിരി 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 നന്ദി പറയുന്നു. അതിനുശേഷം പിന്നീടുള്ള ഓരോ സാഹചര്യങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും അമ്മ മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ പിന്നീട് അങ്ങ് തരണം ചെയ്യാനുണ്ടായിരുന്നു. കാരണം നാട്ടിലെ പോലത്തെ സാഹചര്യമല്ല. എനിക്കൊരു ഡിമെൻഷ്യ കെയറിലാണ് പ്ലേസ്മെൻറ്റ് കിട്ടിയത്. അവിടെയുള്ള റെസിഡൻസൊക്കെ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി അവിടെ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഡിമെൻഷ്യ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന്. സൺഡൗൺ ആയിട്ടുള്ള സാഹചര്യങ്ങളിലും നൈറ്റിലും ഒക്കെ ഡിമെൻഷ്യ മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പരിശുദ്ധ അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിച്ച് ഞാൻ ഡ്യൂട്ടി ഫുൾ കണ്ടിന്യൂ ഞാൻ ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിച്ചിട്ടാണ്. പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കൊന്ത ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്.
ഡെയിലി ബ്രെഡ് പ്രയർ ആണെങ്കിലും ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല. ആത്മീയ ജീവിതമാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാൻ കൊന്തയിലും അരമണിക്കൂറും അതിലധികമോ ഞാൻ ബൈബിൾ വായനയിൽ ഞാൻ മുഴുകുമായിരുന്നു. പിന്നെ ഫോണിൽ അത്രയും നാൾ വരെ നമ്മൾ ഫേസ്ബുക്ക്, വാട്സപ്പ് അതിലെല്ലാം ചിലവഴിച്ചിരുന്ന സമയം എല്ലാം ചുരുക്കി എൻ്റെ ജീവിതം മുഴുവനും ഞാൻ പ്രയറിന് വേണ്ടി, അതായത് ഇവിടുത്തെ ധ്യാനമാണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി ബ്രെഡ് പ്രയർ ആണെങ്കിലും സാക്ഷ്യങ്ങളാണെങ്കിലും കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഒഴിഞ്ഞു വെച്ചു. ഞാൻ അതുപോലെ തന്നെ എനിക്ക് പരിചയമുള്ള എൻ്റെ കൊളീഗ്സ് അവർക്കെല്ലാം ഞാൻ ഇവിടുത്തെ ഇംഗ്ലീഷിലുള്ള സാക്ഷ്യങ്ങളും ഇംഗ്ലീഷിലുള്ള പത്രങ്ങളും ഡൗൺലോഡ് ചെയ്ത് ഞാൻ അവർക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഞാൻ എല്ലാവരോടും പ്രഘോഷിക്കുന്നതിൽ ഒരിക്കലും വിമുഖത കാണിച്ചിട്ടില്ല. അതുപോലെ പ്രേക്ഷിത പ്രവൃത്തി ആയിട്ടാണെങ്കിൽ ഞാൻ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്യാൻ, ഞാൻ നാട്ടിലുള്ളപ്പോഴാണെങ്കിലും പുറത്തുള്ളപ്പോഴാണെങ്കിലും ഒരിക്കലും വിമുഖത കാണിച്ചിട്ടില്ല. എന്നെക്കൊണ്ട് കഴിയാവുന്ന സാമ്പത്തിക സഹായമാണെങ്കിൽ അങ്ങനെ, അതല്ല ഭക്ഷണം അങ്ങനെയുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ കൈ പിടിച്ച് പരിശുദ്ധ അമ്മ എന്നെ ഉള്ളം കയ്യിൽ കൊണ്ട് നടന്ന് എന്നെ ഓരോ സാഹചര്യങ്ങളിലും എന്നെ കൊണ്ട് നടന്ന് എന്നെ സഹായിച്ചു. ഇവിടെ വരെ എന്നെ എത്തിച്ചു. കൃപാവര പ്രവൃത്തിയും ഞാൻ ഒരിക്കലും ചെയ്യാൻ തടസ്സം നിന്നിട്ടില്ല. ഒരു കാര്യത്തിനും എല്ലാ ദിവസവും കുർബാനയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ എല്ലാ സൺഡേയ്സും ഞങ്ങൾ മുടങ്ങാതെ, ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഒരു 5 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ ഒരുമിച്ച് എല്ലാ സൺഡേയ്സും കുർബാനയിൽ അറ്റൻഡ് ചെയ്യാൻ പോകുമായിരുന്നു, പങ്കുകൊള്ളുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് അതുവരെ ഞാൻ അർപ്പിച്ച ദിവ്യബലി പോലെ ആയിരുന്നില്ല. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവ്യബലിയിലും ഞാൻ പൂർണ്ണമായും ദിവ്യബലി എന്താണെന്ന് അറിഞ്ഞ് ദിവ്യബലിയിൽ പങ്കുകൊള്ളാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ആൾക്ക് ക്ലാസ് 1, ക്ലാസ് 2 ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പുറത്തുള്ളവർക്ക് അറിയാം അവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന്. ഫസ്റ്റ് ചാൻസിൽ തന്നെ ആൾക്ക് ക്ലാസ് 1 ഡ്രൈവിംഗ് ലൈസൻസും പിന്നീട് ക്ലാസ് 2 ഡ്രൈവിംഗ് ലൈസൻസും എടുക്കാനുള്ള കൃപ ലഭിച്ചത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ടും കടാക്ഷം കൊണ്ടും മാത്രമാണ്. കാരണം ഓരോ സ്ഥലത്ത് ഞങ്ങൾ പോകുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പിന്നീട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നില്ല. കാരണം ഫ്ലൈറ്റിൽ വെച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വിശുദ്ധ വസ്തുക്കളും അവരെടുത്തു മാറ്റി. പിന്നീട് ഹസ്ബൻഡ് വന്നതിന് ശേഷമാണ് എനിക്ക് കൃപാസനത്തിലെ വിശുദ്ധ ഉപ്പ് കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ച് വിശുദ്ധ ഉപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്ക് എന്നതുപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ നടത്തുന്നു. ഹബാക്കുക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം വചനമാണ്. സ്വന്തം കഴിവിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ് നാം ഓരോരുത്തരും ആശ്രയിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് തളരാതെ മുന്നോട്ട് നടക്കുവാനുള്ള കൃപയാണ് നമുക്ക് ലഭിക്കുന്നത്. ഗ്രീഷ്മ എന്ന മകളുടെ സാക്ഷ്യത്തിൽ OET എക്സാം എഴുതി, പിന്നീട് പല തടസ്സങ്ങളുണ്ടായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടിയിലൂടെ വന്നതിന് ശേഷം ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും പിന്നീടാണ് മനസ്സിലായത് അവിടെയുള്ള ഇൻടേക്ക് ക്ലോസ് ആവുകയും ആ സാഹചര്യത്തിലാണ് ഈ മകൾ വന്ന് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും പല സ്ഥലത്ത് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തെങ്കിലും പല സ്ഥലങ്ങളിലും റിജക്ഷൻ മെയിൽസാണ് വന്നത്. പിന്നീട് ഫെബ്രുവരിയിൽ വിസ എക്സ്പയർ ആവുന്ന കാലാവധി തീരുന്ന സമയമാവുകയും ചെയ്തപ്പോൾ മറ്റു കൂട്ടുകാരൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് റിട്ടേൺ ആകാനായിട്ട്, പക്ഷേങ്കിൽ ഗ്രീഷ്മ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഫെബ്രുവരി 7-ാം തീയതി ഇൻ്റർവ്യൂ കോൾ വരികയും അത് പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലായിട്ടാണ് ഗ്രീഷ്മ മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 പരിശുദ്ധ അമ്മ ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ ഗ്രീഷ്മ വിശ്വസിച്ചു. 7 എന്ന ഡേറ്റ് ഫെബ്രുവരി 7 ഇൻ്റർവ്യൂ കോൾ വന്നത്. അപ്പം അമ്മയുടെ ഒരു ഇടപെടൽ ഇതിലുണ്ട് എന്നുള്ള ബോധ്യത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ആകാൻ സാധിക്കുകയും പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു.
ഇതെല്ലാം ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ്, എൻ്റെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ് ഇതെല്ലാം നമുക്ക് പ്രത്യേകിച്ച് ഈ ജോലി ലഭിച്ചതെന്നാണ് ഗ്രീഷ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും കർത്താവാണ് നമ്മുടെ ബലം, നമ്മുടെ ശക്തി. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മെ താങ്ങി നിർത്തുന്ന, നമുക്ക് ബലം നൽകുന്ന, നമുക്ക് ധൈര്യം നൽകുന്ന ആ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ വിശ്വാസത്തോടെ ഉടമ്പടിയിൽ മുന്നേറുവാനും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നമ്മളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഗ്രീഷ്മയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.